ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളൊരു സ്റ്റെക്കേഷന് പോവാണ് ടു അതിരപ്പള്ളി വിത്ത് മൈ ഹസ്ബൻഡ് ആൻഡ് മൈ ഇൻലോസ്. ഒരു വണ്ടി കയറത്തേ ഉള്ളൂ. സോ യാ, വെൽക്കം വൺസ് അഗൈൻ. വെൽക്കം. ഹായ്. അപ്പോൾ എൻ്റെ ചുമയും ജലദോഷമൊക്കെ മാറിയിട്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ മിക്കവാറും ഡിസംബർ എടുത്ത വ്ളോഗ് ഫെബ്രുവരി ആയാലും പുറത്തു വരുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. സോ വെൽക്കം ടു അവർ അതിരപ്പള്ളി സ്റ്റെക്കേഷൻ വ്ളോഗ്. ഞാൻ ആദ്യമായിട്ട് അതിരപ്പള്ളി പോകുന്നത്. ബാക്കി എല്ലാവരും അതിരപ്പള്ളി പോയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഈ വഴി പോയപ്പം ഇത് പനയാണോ അതോ ഏത് മരമാണെന്നറിയാതെ ഞാനും ശ്രീകുട്ടി വൈശാഖൻ്റെ സിസ്റ്ററാണ്, ഞങ്ങളിങ്ങനെ വലിയ ചർച്ചയിലായിരുന്നു ഇതെന്ത് മരമാണ്. പക്ഷേ പന തന്നെയാണെന്ന് ഞങ്ങൾ പിന്നെ ഗൂഗിളിൽ നിന്ന് മനസ്സിലാക്കി. അതിരപ്പള്ളിയാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എങ്കിലും ഇടയ്ക്കാണ് ഏഴാറ്റുമുഖം വരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ്. കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മറ്റേ തെന്മല പോയ പോലെ. അപ്പം ഇതും ഞാൻ ആദ്യമായിട്ടാണ് ആദ്യം പോലെ. അപ്പോൾ ഏഴാറ്റുമുഖം അഥവാ നോണസ് പ്രകൃതി ഗ്രാമം ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റോപ്പ്. ആ കാണുന്നതാണ് ചാലക്കുടി നദി എന്നാണ് ഇപ്പോൾ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ പറഞ്ഞത്. അന്ന് എനിക്ക് ആരോ പറഞ്ഞു തോന്നുന്നു. ക്ലൗഡ് പോലും ഇല്ല. ഗ്ലോബൽ വാർമിംഗ്. അങ്ങനെ തൂക്കുപാലം കയറി ഏഴാറ്റുമുഖത്തുനിന്ന് ഞങ്ങൾ തുമ്പൂർ ഗ്രാമത്തിൽ ഗാർഡനിൽ എത്തി. അതൊരു ബട്ടർഫ്ലൈ പാർക്ക് ആൻഡ് കുറച്ച് ഒരു ജനറൽ പാർക്ക് പോലെ എനിക്ക് തോന്നിയുള്ളൂ. ബട്ട് ദിസ് മൈറ്റ് സൗണ്ട് ഫണ്ണി, പക്ഷേ എനിക്ക് ബട്ടർഫ്ലൈസ് ഭയങ്കര പേടിയാണ്. ഐ ഫൈൻഡ് ദം കൈൻഡ് ഓഫ് വിയേർഡ് ആൻഡ് സ്കേറി. എന്നെപ്പോലെ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ പേടിയുള്ള ഒരാൾ പോകുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ പറയുന്നവരെല്ലാം പറയുന്നത് അയ്യോ ബട്ടർഫ്ലൈനെ പേടിയോ എന്തൊരു ഭംഗിയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഐ ഡോണ്ട് നോ, ഐ ജസ്റ്റ് കാൺട്ട്. എനിക്ക് ആ കുഞ്ഞി വെള്ളയും മഞ്ഞയും ഓക്കെയാണ്, ബാക്കിയൊന്നും ഐ കാൺട്ട്. കണ്ടു. പക്ഷേ ലൈക്ക് വാട്ട് ഈസ് ദിസ് മാൻ, വാട്ട് ഈസ് ദിസ് പബ്ലിക് പ്ലേസ് കണ്ടാൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഗേൾഫ്രണ്ടിൻ്റെ പേരും എഴുതി വെക്കുന്നത് ഇസ് നോട്ട് കൂൾ. ഓക്കെ, ഇറ്റ്സ് 2026 ആൻഡ് ഇറ്റ്സ് ടൈം ടു സ്റ്റോപ്പ്. ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ വന്ന് നിൽക്കുന്ന ഒരാൾ വിചാരിക്കും എന്ത് മോശം സിവിക് സെൻസാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന്. അതെങ്കിലും ഓർത്ത് എഴുതാതിരിക്കുക. കമോൺ, എൻ്റെ വ്യൂവേഴ്സ് ആരും എഴുതരുത്. അവിടുന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ നമ്മുടെ സ്റ്റെക്കേഷൻ ലൊക്കേഷനായ സ്റ്റാർലിംഗ് റിസോർട്ടിലോട്ടാണ്. അതൊരു 4-star ഹോട്ടലാണ് അതിരപ്പള്ളിയിലുള്ളത്. നമുക്ക് ഹോം ടൂർ ചെയ്യാം. ഹോം ടൂർ അല്ല, നമ്മുടെ റൂം ടൂർ ചെയ്യാം. ആൻഡ് വരുമ്പം ഒരു വാഷ്റൂം വിത്ത് ഷവർ ഏരിയ, ലൈക്ക് എ ബേസിക് വൺ. Let me say hi here. Hello. And ഇവിടെ നമ്മുടെ സ്റ്റോറേജ് വാർഡ്രോബ്സ് ആൻഡ് അവിടെ ഷൂ ഒക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ വീണ്ടും ഒരു അയൺ ടേബിൾ ആൻഡ് ഇവിടെ നമ്മുടെ പാൻട്രി സ്പേസ് വരുന്നത്. കുറച്ച് കോംപ്ലിമെന്ററി ഡ്രിങ്ക്സ് ഉണ്ട്. With a kettle to make coffee. നല്ല storage space ഉണ്ട്. And this is our bed. It's a bed. നമ്മുടെ garden view ഉള്ള room ആയിരിക്കുന്നത്. And this is the view. ഞാനും first time ആണ് കാണുന്നത്. Like, oh my god. Which direction is it? Lock. Oh yeah, I'm so sorry. ഇതാണ് നമ്മുടെ view. അങ്ങനെ എൻ്റെ അറ്റംപ്റ്റഡ് റൂം ടൂറിന് ശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോയി. ഈ പ്രോപ്പർട്ടിയുടെ വ്യൂ എന്ന് പറയുന്ന റിവറാണ്. ആൻഡ് വെള്ളച്ചാട്ടം നമുക്ക് പൂൾ സൈഡിൽ പോകുമ്പോൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അത് ഏതാണെന്ന് എനിക്ക് വെച്ചറിയില്ല. ഇതെന്താണെന്നറിയോ? എന്താ നീണ്ട അറിവപ്പം ഞാനെന്നല്ല മനസ്സിലാവും. നമ്മളെ കൊടുത്തിട്ടാ ഞാൻ അറ്റത്ത്. അങ്ങനെ പൂളിലുള്ള അർമാദത്തിന് ശേഷം ഞങ്ങളെല്ലാം വെട്ടിയിട്ട വാഴ പോലെ കുറച്ച് നേരം കിടന്നു. ആൻഡ് ദെൻ വി ഹാഡ് ഡിന്നർ ബിക്കോസ് ഓഫ് കോഴ്സ് വി വർ ഹംഗ്രി ആൻഡ് ടയർഡ്.
ആൻഡ് ദെൻ വാസ് കൈൻഡ് ഓഫ് ഫൺ, കാരണം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ആൻഡ് പ്രോപ്പർട്ടി ഓൾസോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം വി വോക്ക്ഡ് അറൗണ്ട് പ്രോപ്പർട്ടി എല്ലാം കണ്ടു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് ഗെയിമായിരുന്നു. അങ്ങനെ വളരെയധികം കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിൽ ഞങ്ങൾ ഈ സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുന്ന സമയം ലെറ്റ് മി ടെൽ യു ബിറ്റ് അബൌട്ട് ദി പ്രോപ്പർട്ടി ഓർ സ്റ്റേക്കേഷൻ, മൊത്തത്തിലുള്ള സ്റ്റേയിനെ കുറിച്ച്. ഞങ്ങൾ 2 ഇൻഡൾജ് റൂം വിത്ത് ഗാർഡൻ വ്യൂ ബാൽക്കണീസ് ആയിരുന്നു ബുക്ക് ചെയ്തത്. വേറെ ഒരു റൂംസ് അവൈലബിൾ അല്ലായിരുന്നു. നമ്മൾ ആ ഡിസംബർ ക്രിസ്മസ് വീക്കിൽ ട്രാവൽ ചെയ്തത്, അതുകൊണ്ട് തന്നെ എല്ലാം ഓവർ പ്രൈസ്ഡ് ആയിട്ടായിരുന്നു കിടന്നത്, ഇൻക്ലൂഡിങ് സ്റ്റേർലിംഗ്. ആൻഡ് ഇറ്റ്സ് എ വെരി നൈസ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ നമുക്ക് ആ റിവർ കാണാം, പക്ഷേ ലൈക്ക് വാട്ടർഫാൾസ് കാണണമെങ്കിൽ യു വിൽ ഹാവ് ടു ഗോ ടു പൂൾ. അത്രയും അവിടെ ചെല്ലുമ്പോഴേ നമുക്ക് കാണാൻ പറ്റും. ഐ തിങ്ക് ഇറ്റ്സ് അറൗണ്ട് ലൈക്ക് 2 to 3 kilometers away ഫ്രം ദി വെള്ളച്ചാട്ടം. ഐ എം നോട്ട് വെരി ഷുവർ. പക്ഷേ ഇറ്റ്സ് എ വെരി സ്മോൾ കോമ്പാക്ട് പ്രോപ്പർട്ടി, ബട്ട് ഐ മസ്റ്റ് സേ ദ റൂംസ് ആർ റിയലി ഗ്രേറ്റ് ആൻഡ് ഇറ്റ്സ് ഗിവിംഗ് 100% ജസ്റ്റിസ് ടു ഗൂഗിൾ ഇമേജസ് ഓർ നിങ്ങൾ കാണുന്ന ഇമേജസ്. And food menu adakka they were top tier, no complaints. And I would say seasonally it's not worth giving the price for that property or a staycation vendi, but then allatha samayathu yeah, great, good choice, go ahead with it. Nalla justifies the pricing. Check out ചെയ്യാൻ പോവുകയാണ് guys. ചെക്ക് ഔട്ട് ചെയ്ത് നേരെ we went to the second agenda. അപ്പം staycation checked ഇനി നേരെ അതിരപ്പള്ളി. സോ ഇത് ഞാൻ വോയിസ് ഓവർ ചെയ്യേണ്ട കാര്യമൊന്നും തോന്നുന്നില്ല. ജസ്റ്റ് വാച്ച് മീ സ്ട്രഗിൾ, ക്ലൈംബ് ഡൗൺ ആൻഡ് തിരിച്ചു കയറാൻ ഓൾസോ. രണ്ടും ഞാൻ സ്ട്രഗിൾ ചെയ്തു കുറച്ച്. നല്ല ഇറക്കവും നല്ല കയറാനുണ്ട്. ഇറക്കം വാസ് ഫൈൻ, കയറ്റലും കുഴപ്പമില്ലായിരുന്നു. പ്രോബ്ലം വാസ് വെയിൽ. ഇനി ഞാൻ പറഞ്ഞു മടുപ്പിക്കുന്ന കണ്ട് മനസ്സിലാക്കിക്കോളൂ. അങ്ങനെ ഞാനും ബാഹുബലിയുടെ ലൊക്കേഷൻ കണ്ടു. മതി വീട്ടിൽ പോ. അമ്മ സൂക്ഷിച്ചെടുക്ക, ഫോൺ വിളിച്ചിട്ടുണ്ടല്ലേ. So hot. This is not any straw cream or anything. It's sweat. I'm tired and so hot and I'm sweating. I think that's all for today's vlog. If you enjoyed watching it, please do like it. And if you're new to my channel, don't forget to subscribe. So thanks again. Bye.